CRPC സെക്ഷൻ 155 കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണവും. അപ്പോൾ CRPC സെക്ഷൻ 154 പറയുന്നത് എന്താണ്? കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണവും. ഒരു നോൺ കോഗ്നൈസബിൾ കുറ്റത്തെപ്പറ്റി ഒരു വ്യക്തി അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് വിവരം നൽകുമ്പോൾ ആ വിവരം പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ ചേർക്കേണ്ടതാണ്. മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ ഇത്തരം കേസ് അന്വേഷിക്കുവാൻ പാടില്ല. പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണ ഉത്തരവ് ലഭിച്ചാൽ കോഗ്നൈസബിൾ കേസിൽ ഉപയോഗിക്കാവുന്ന അധികാരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ CRPC സെക്ഷൻ 155 പറഞ്ഞത് കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണവുമാണ്. ഒരു നോൺ കോഗ്നൈസബിൾ കുറ്റത്തെപ്പറ്റി ഒരു വ്യക്തി അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് വിവരം നൽകുമ്പോൾ ആ വിവരം പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ ചേർക്കേണ്ടതാണ്. മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ ഇത്തരം കേസ് അന്വേഷിക്കുവാൻ പാടില്ല. പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണ ഉത്തരവ് ലഭിച്ചാൽ കൊഗ്നൈസബിൾ കേസിൽ പ്രയോഗിക്കാവുന്ന അധികാരങ്ങൾ എന്താണ്? പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ CRPC സെക്ഷൻ 155 പറയുന്നത് എന്താണ്? കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണവുമാണ്. CRPC സെക്ഷൻ 155 പറയുന്നത് എന്താണ്? കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണവും. ഒന്നുകൂടി പറയാം, CRPC സെക്ഷൻ 155 പറഞ്ഞത് എന്താണ്? കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണവും.